അവൻ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. മനുഷ്യരെ നരകത്തിലേക്ക് നയിക്കുമെന്ന് സത്യം ചെയ്തവൻ, ഇരുലോകത്തും ആദ്യമായി പാപം ചെയ്തവൻ, ആദ്യമായി തെറ്റ് ചെയ്തവൻ, ആദ്യമായി കള്ളം പറഞ്ഞതും അവൻ തന്നെയാണ്. അവനാണ് ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയവൻ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ഇബിലീസിന്റെ കഥ തുടങ്ങുന്നത്. 20,000 വർഷത്തോളം അവൻ മലക്കുകളുടെ നേതാവായിരുന്നു. പരമ്പരാഗതകൾ പറയുന്നത് അള്ളാഹു അവനെ ശപിച്ച് പിശാചായി മാറ്റുന്നതിനു മുൻപ് അവൻ 4 ചിറകുള്ള മലക്കുകളിൽ ഒരാളായിരുന്നു എന്നാണ്. ഇബ്ലീസ് അല്ലെങ്കിൽ പിശാച് മനുഷ്യരെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന അദൃശ്യ ആത്മാവാണ്. അവൻ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തെറ്റായ ചിന്തകൾ കയറ്റുന്നു. ജിന്നുകളെ അള്ളാഹു തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മൃഗങ്ങളായോ മനുഷ്യരായോ പ്രത്യക്ഷപ്പെടാം, എന്നാൽ അവരുടെ യഥാർത്ഥ രൂപം മനുഷ്യർക്ക് കാണാൻ പറ്റില്ല. ഇബ്ലീസ് ആദം നബിയെയും ഹവ്വാ ബീവിയെയും വഞ്ചിച്ച് സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയത് മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ്. മലക്കുകൾ മനുഷ്യരെ നന്മയിലേക്കും ആരാധനയിലേക്കും നയിക്കുമ്പോൾ ഇബ്ലീസ് മനുഷ്യബുദ്ധിയെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അള്ളാഹുവിനോട് കലഹിച്ചവൻ, ദുഷ്ടജിന്നുകളുടെ തലവൻ. ജിന്നുകൾക്ക് ആയുസ്സിന് പരിധിയുണ്ടെങ്കിലും ശൈത്താന്മാർ അവരുടെ നേതാവ് അവസാനിക്കുന്നതുവരെ നിലനിൽക്കും. ആ ശത്രു ഒരിക്കലും മനുഷ്യർക്ക് അകലെയല്ല.